അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് രാവിലെ അല്ല ഉച്ചയ്ക്കായ ഞങ്ങളൊരു 12:30 ആയപ്പോൾ ചെക്കൗട്ട് കഴിഞ്ഞ് ഇറങ്ങി. ആ സമയത്ത് എന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കിട്ടാത്തതുകൊണ്ട് ഞങ്ങളൊരു ചായയും കടി കഴിക്കാമെന്ന് വിചാരിച്ച് കോട്ടയത്ത് തന്നെ ഒരു ഹോട്ടലിൽ ഞങ്ങൾ കയറി. ഇതെന്താ സാധനം അറിയില്ല പറയണം കേട്ടോ. അങ്ങനെ ഞാൻ ചായയും പഴംപൊരിയാണ് കഴിച്ചത്. ഞങ്ങൾ സ്ഥിരമുള്ളത് തന്നെ, കാരണം ഒരാൾ കഴിച്ചാലേ ഒരാൾ കഴിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ഞാൻ കഴിച്ചിട്ട് കാശീനെ നോക്കി. കാരണം കാശിയുടെ കൂടെ ഓടണം. കാശി നടക്കാറായതുകൊണ്ട് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കത്തില്ല. അങ്ങനെ എപ്പോഴും നടക്കണം, എന്തെങ്കിലുമൊക്കെ പോയി എടുക്കണം. അങ്ങനെയൊക്കെ ഭയങ്കര വികൃതി. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങി. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടങ്ങി. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വീണ്ടും വിശക്കാൻ തുടങ്ങി. ഒരു 2-3 മണിയൊക്കെ ആയപ്പോൾ പിന്നെ അവിടെ ഒരു കള്ള് ഷാപ്പ് കണ്ട് അവിടെ കയറി കള്ള് കുടിക്കാൻ തോന്നി. അങ്ങനെ കള്ള് പറഞ്ഞു. ടച്ചിങ്സിനായിട്ട് ബീഫും, ഞാൻ ബീഫ് കഴിക്കത്തില്ല, എനിക്ക് ബീഫ് അലർജിയാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടി ഫിഷ് ഫ്രൈ പറഞ്ഞു. അങ്ങനെ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീണ്ടും ഞങ്ങളുടെ യാത്ര തുടങ്ങി. അടുത്ത ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അവിടെ ഒരു അഡ്വഞ്ചർ പാർക്കുണ്ട്, അങ്ങോട്ടേക്കാണ്. അവിടെ പാസ് എടുക്കണം, വണ്ടിക്കും പാസ് എടുക്കണം, ആൾക്കാർക്കും പാസ് എടുക്കണം. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് നേരെ അകത്തോട്ട് കയറി. ഇവിടെ നിന്ന് ഞങ്ങൾ പെഡൽ ബോട്ടാണ് എടുത്തത് കേട്ടോ. ഒരാൾക്കല്ല 4 പേർക്ക് 400 രൂപയാണ്. അങ്ങനെ അവർ പറഞ്ഞു കുഞ്ഞുള്ളതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കണമെന്നോ, ജാക്കറ്റ് ഇട്ടിട്ട്. കുഞ്ഞ് ഇരിക്കുമോ ഇല്ലോ എന്ന് അറിയത്തില്ല. അങ്ങനെ കാശീനെ ട്രൈ ചെയ്ത് നോക്കി. കാശിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു. അങ്ങനെ അത് കൊണ്ടുപോയി തിരിച്ച് അവിടെ കൊണ്ടുപോയി കാണിച്ചിട്ട് ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തു. അതിൽ കയറി. നല്ല രസമാണ് കേട്ടോ, നല്ല വ്യൂസാണ്. അതുപോലെ അവിടെ വെള്ളത്തിന് നല്ല തണുപ്പാണ്. അത്രയും വെയിലത്തും ആ തണുപ്പ് വെള്ളത്തിൽ കളിക്കാൻ നല്ല രസമുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് നേരെ വേറെ